അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആൺമക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെടുത്തി 15 പേരെ. 15 ആൺമക്കൾ ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല എന്നും അതിലപ്പുറമുണ്ടോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെൺമക്കൾ, ബീവിമാർ, അവരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 18 പേര് ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല എന്നും അതിലപ്പുറമുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും പണ്ഡിതന്മാർ പറയുന്നു. 18 പെൺമക്കളിൽ 2 പേർ, മൂത്ത 2 മക്കൾ സൈനബ മോളും ഉമ്മു കുൽസും ബീവിയും, ഈ 2 മക്കളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്തതികളാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, മുഹ്സിൻ റളിയല്ലാഹു അൻഹു, ഈ 3 ആൺമക്കളുടെ സഹോദരിമാരാണ്. ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരിമാരെന്ന് നമ്മൾ പറയാറില്ല, ആ രൂപത്തിൽ. അതായത് അലിയാർ തങ്ങൾ ഉപ്പയും ഫാത്തിമ ബീവി ഉമ്മയുമായിട്ടുള്ള 2 പെൺമക്കളാണ് ഉമ്മു കുൽസും ബീവിയും സൈനബ ബീവിയും. ഇതിൽ ഉമ്മു കുൽസും ബീവി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. അതിന് കാരണം ഇതൊക്കെ ചെറിയ നിലക്ക് മനസ്സിലാക്കി വെക്കൽ ആവശ്യമാണ് എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുകയാണ്. കുല്ലു സബബിൻ വ നസബിൻ യങ്കത്തി യൗമൽ ഖിയാമത്തി ഇല്ല സബബി വ നസബി. അന്ത്യനാളിൽ എല്ലാ കുടുംബ ബന്ധങ്ങളും മുറിഞ്ഞു പോകുമ്പോൾ എൻ്റെ ബന്ധം മാത്രം നിലനിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ അലിയാർ തങ്ങളോട് പറഞ്ഞു, കൊച്ചുമകളാണ്, ചെറിയ കുഞ്ഞാണ്, കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായമെത്തിയിട്ടില്ല ഉമ്മു കുൽസും ബീവിക്ക്. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. അങ്ങനെ തന്നെ പറയുന്നത് അവർ വൈകാരികമായുള്ള ആശ തീർക്കാൻ വേണ്ടി കല്യാണം കഴിച്ചതല്ല, ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് സൂചിപ്പിക്കാനാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങളെ കണ്ടിട്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ബന്ധങ്ങളും മുറിയുന്ന സമയത്ത് എൻ്റെ കുടുംബ ബന്ധം മുറിയുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മകൾ, കൊച്ചുമകൾ ഉമ്മു കുൽസുമിനെ എനിക്ക് കെട്ടിച്ചേരണം. അപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, ചെറിയ കുഞ്ഞല്ലേ, ഇപ്പോൾ കെട്ടിക്കാൻ പ്രായമായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ വൈവാഹിക ജീവിതം എന്ന ഉദ്ദേശത്തിലല്ല, ലൈംഗിക സുഖങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അലിയാർ തങ്ങൾ മഹദിയെ അഥവാ ഉമ്മു കുൽസും ബീവിയെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചു കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ കേൾക്കാം.